ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് മൈ ലേണിംഗ്. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് USS അല്ലെങ്കിൽ CM കിഡ്സ് UPയുടെ റിസൾട്ട് എന്ന് വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു മെയ് 15 ആ ഒരു റേഞ്ചിൽ ആ ഒരു ഡേറ്റിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ ഒരു മെയ് 15, 22 ആ ഒരു ഡേറ്റിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നു എന്തിരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുമെന്നാണ്. കാരണം NMMS ആണെങ്കിലും മറ്റ് പല എക്സാംസ് ആണെങ്കിലും കറക്റ്റ് ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ USSൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ CM കിഡ്സ് UPയുടെ എക്സാമിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നതും ആ ഒരു ഡേറ്റിലാണ്. ഇപ്പോൾ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. സോ ഓൾറെഡി നിങ്ങൾക്കറിയാം 7ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ് എന്താ CM കിഡ്സ് UP അല്ലെങ്കിൽ നമ്മൾ USS എന്ന് പറയുന്ന എക്സാം അല്ലേ. സോ USS എന്ന് പറയുന്ന എക്സാം 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള എക്സാമാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസിനാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ SCRT ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ്ലി അത് USS ആയിരുന്നു. ഈ വർഷം മുതൽ അത് CM കിഡ്സ് UP എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ എന്തിനാണ് ആ ഒരു എക്സാം നടത്തുന്നത്, നല്ല മിടുക്കരായുള്ള സ്റ്റുഡൻസ്, അതായത് കേരളത്തിലെ മിടുക്കരായുള്ള ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള സ്കൂൾ, അൺഎയ്ഡഡ് സ്കൂളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്കൂളിലും SCRT ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിനെ, മിടുക്കരായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും അല്ലെ. നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. ചെറിയ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലും, പക്ഷെ ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യരുത്, ടെൻസ്ഡ് ആവരുത്. ആ എമൗണ്ടിലല്ല കാര്യം, നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാമാണ്. സോ ആ ഒരു എക്സാമിൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടാന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പൊസിഷൻ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ അതാണ് നമ്മളെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. നമുക്ക് അതിലൂടെ കിട്ടുന്ന എമൗണ്ടോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ അവിടുത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് കിട്ടാന്നുള്ളതാണ് എന്ത് നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ വർഷം നിങ്ങൾക്ക് അറിയാം അല്ലേ, കഴിഞ്ഞ വർഷം 90 മാർക്കിൽ 63 മാർക്ക് കിട്ടിയിട്ടുള്ളവരെല്ലാവരും എന്തായിരുന്നു, USS കിട്ടിയിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, 50 പേപ്പർ 1 50 പേപ്പർ 2 50 ആക്കിയിട്ട് 100 മാർക്കിലാണ് എക്സാം നടന്നിരുന്നത്. അപ്പോൾ 100 മാർക്കിൽ അറൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 70% എന്ന് പറയുന്നത് 70 മാർക്സ് ആണ് അല്ലേ. പക്ഷേ 70 മാർക്സ് അല്ല, 70 മാർക്സിനേക്കാളും കൂടുതൽ മാർക്ക് പല ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ കട്ട് ഓഫ് ഓരോ ഡിസ്ട്രിക്റ്റിലും NMMS പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം മുതൽ USSനും ഉണ്ട്, അതുപോലെ തന്നെ LSSനും ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് 70 മാർക്ക് മാത്രം കിട്ടിയത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയാൽ മാത്രമായിരിക്കും ഇനി മുതലുള്ള എക്സാംസിന് എന്ത് ചെയ്യാൻ പറ്റുക, ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു CM കിഡ്സ് UPയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോയിലേക്ക് എത്താനുള്ള ലിങ്ക് കൂടി എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ എന്ത് ചെയ്താൽ മതി, ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒക്കെ കുറച്ച് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കട്ട് ഓഫ് ആയിരിക്കും, ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. ഇനി എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ പറഞ്ഞു ഏത് ദിവസമാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മെയ് 15 ഉള്ളിൽ, അല്ലെങ്കിൽ മെയ് 15 തീയതിയാണ് SSLC റിസൾട്ട് വരുന്നത്. സോ അതിനോട് അനുബന്ധിച്ച ദിവസം തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ USSൻ്റെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 1 വീക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ചെക്ക് ചെയ്യല്ല, ടീച്ചേഴ്സ് LSS മാനുവലി നിങ്ങളുടെ ടീച്ചേഴ്സ് നോക്കിയ പോലെയല്ല USS ചെക്ക് ചെയ്യുന്നത്, കമ്പ്യൂട്ടറാണ് ചെക്ക് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം പല സ്റ്റുഡൻസിനും NMMSൻ്റെ റിസൾട്ട് നോക്കിയ സമയത്ത് റോൾ നമ്പർ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നോക്കുക. അത് നിങ്ങൾക്ക് OMRൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ, കാർബൺ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവാലുവേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്ന് വേണമെങ്കിലും നമുക്ക് നിയർ ടു ഏത് ഡേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USSൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇനി USSൻ്റെ റിസൾട്ട് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. USSൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് കയറേണ്ടത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ LSS USS 2026 BP കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് പോർട്ടൽ, ആ റിസൾട്ട് പോർട്ടൽ ഓപ്പൺ ആയി വരും. റിസൾട്ട് പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട, അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടുള്ള റോൾ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും അവിടെ കൊടുക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് എന്ത് ചെയ്യുക,
നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ റിസൾട്ട് ഔട്ടായ പാടന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അത്തരത്തിൽ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും, ഒരു PDF ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ റിസൾട്ടിലൂടെ അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്തരത്തിലാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുക. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും എന്തുണ്ടാവും, ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഇപ്പം ക്വാളിഫിക്കേഷൻ മാർക്കും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണോ അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തുന്ന കാര്യങ്ങളൊക്കെ എന്ത് ഉണ്ടാവും, അതിലുണ്ടാവും. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസൾട്ടിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും USSന്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും USS കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റുഡൻസിന് കുറച്ച് മാർക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ടെൻസ്ഡ് ആവേണ്ട. നമുക്ക് ഒരുപാട് എക്സാംസ് ഇനിയും മുന്നിലുണ്ട്. NMMS പോലെയുള്ള എക്സാം ഉണ്ട്. NMMSൽ കുറച്ച് നമുക്ക് നമ്മുടെ ഇൻകം ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ഉണ്ട്, ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന എക്സാം. സോ ആ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന എക്സാമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിനായിട്ട് നമ്മൾ XNYൻ്റെ തന്നെ XNY ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നാണ് റിസൾട്ട് വരാമെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പം റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ട് ഈ ചാനൽ എന്തായിരിക്കും, വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ USSന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.